ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഇൻവിസിബിൾ സിബ് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഫൂട്ട് ഇതുപോലെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് ഇൻവിസിബിൾ സിബ് വെക്കണമെങ്കിൽ 1 ഫൂട്ട് വേണം ഇടാനായിട്ട്. അതുകൊണ്ട് ആ 2 സൈഡുള്ള ഫൂട്ട് നമ്മൾ മാറ്റിയിട്ട് ഇങ്ങനെ ഒറ്റ ഫൂട്ടായിട്ടുള്ള ഫൂട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. എൻ്റെ മെഷീൻ്റെ കൂടെ തന്നെ എനിക്ക് ഈ ഫൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മെഷീൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഇതൊക്കെ അങ്ങനെ തയ്ക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെയൊക്കെ വീടിനടുത്ത്. അപ്പം അങ്ങനത്തെ കടകളിൽ നമുക്ക് പോയി ഇങ്ങനെ ഈ ഒരു സാധനം മേടിക്കാം കേട്ടോ. ഇത് നമ്മൾ നോക്കി വാങ്ങിയാലും മതി. അപ്പോൾ അതെ, ഞാൻ ഇതുപോലെ 2 പീസ് തുണിയിലാണ് കേട്ടോ ഇത് കാണിച്ചു തരുന്നത്. നമ്മൾ ഒറിജിനൽ ഇപ്പം ശരിക്കും ഒരു ഉടുപ്പിലേക്കല്ല നമ്മൾ പിടിപ്പിക്കുന്നത്. ഇപ്പം മനസ്സിലാകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പീസ് തുണിയിൽ ഇതുപോലെ ആയിരിക്കുമല്ലോ എന്താണല്ലോ നമുക്ക് സിബ് പിടിപ്പിക്കേണ്ട ആ ഒരു വശം ഇരിക്കുന്നുണ്ടാവുന്നത്. അപ്പോൾ അതെ, നിങ്ങൾ ഇതുപോലെ എടുത്തതിന് ശേഷം എങ്ങനെയാണ് സിബ് പിടിപ്പിക്കുന്നത് നമ്മൾ നോക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണി ഇത് നല്ല വശമാണ് കേട്ടോ, നമ്മൾ ഈ വിരിച്ചിട്ടേക്കുന്ന ഭാഗം നല്ല വശത്തിലേക്കാണ് നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ ഇതുപോലെ സിബ് നേരെ അതിന്റെ മേളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കണം. അതായത് നമുക്ക് സിബ് കയറ്റിയിടുന്ന ആ ഒരു സംഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് നമ്മൾ നേരെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിന്റെ സിബിന്റെ വായ് ഭാഗങ്ങൾ രണ്ടും ഇതുപോലെ തുറന്നു വെക്കണം. കണ്ടല്ലോ, ഇത് ഇതുപോലെ സിബിന്റെ 2 വായ് ഭാഗങ്ങളും ഇതുപോലെ തുറന്നു വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു പേൾപ്പിന് വെച്ച് കൊടുത്ത് സെക്യൂർ ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നീങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കൃത്യമായിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ മേളിലേക്ക് കയറ്റി വെക്കാം കേട്ടോ. സിബ് കുറച്ചും കൂടെ മേളിലേക്ക് കയറ്റി വെച്ചാൽ അതിന് തുമ്പുണ്ടാവുള്ളൂ. നമ്മൾ നെക്കൊക്കെ അവസാനം ഫിനിഷ് ചെയ്തെടുക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ നേരത്ത് ഇച്ചിരി തുമ്പുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ ഫിനിഷ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ സിബ് പിടിപ്പിക്കുന്നത് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ വായ്ഭാഗം തുറന്നു വെച്ചതിന് ശേഷം സിബിന്റെ ആ കുരുകുരുന്നിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച് നമുക്ക് മാക്സിമം ചേർത്ത് വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ മാക്സിമം ചേർത്ത് വെച്ചത് ഇതുപോലെ അടിച്ചിട്ട് എന്തോരാണോ നമുക്ക് സിബ് വേണ്ടത് അവിടെ വെച്ച് നമ്മൾ ഡബിളായിട്ട് ഒന്ന് കെട്ടിട്ട് നിർത്തണം. അങ്ങനെ കെട്ടിട്ടത് ഞാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരെയാണ് എനിക്ക് സിബ് വേണ്ടത്. ഇനി നമ്മൾ മറു സൈഡും ഇതുപോലെ തന്നെ, കാരണം നമ്മൾ വായ്ഭാഗം തുറന്നു വെച്ചത് ഇതുപോലെ പേൾപ്പിന് കുത്തി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്കിത് ഇതുപോലെ നമുക്കിങ്ങനെ വെച്ച് അടിച്ചെടുക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് 1 ഫൂട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അടിക്കാൻ പോകുന്നത് തല തിരിച്ച് വെച്ചിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, അത് നമ്മൾ നീക്കി നമുക്കത് ഇതുപോലെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ 1 ഫൂട്ടിൽ വെച്ചിട്ട്. അപ്പം അത് നമ്മൾ നേരെ തിരിച്ചെടുത്തതിന് ശേഷം നമ്മളിത് പേൾപ്പിന് നമ്മൾ ഫസ്റ്റ് തന്നെ കുത്തി ഇതുപോലെ വെച്ചിട്ടുണ്ടാവണം കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്തൊക്കെ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ടുണ്ടെങ്കിൽ സിബ് കയറി ഇറങ്ങിയായി പോകും കേട്ടോ നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പം അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ട സ്ഥലത്ത് വെച്ച് നമ്മൾ തുടക്കം തന്നെ ഇതുപോലെ ഒന്ന് 2 വായ്ഭാഗങ്ങളും തുറന്നിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് ഇങ്ങനെ വെച്ച് നമ്മളൊന്ന് പേൾപ്പിന് വെച്ച് കൊടുത്തൊന്ന് സെക്യൂർ ചെയ്തതേ ഇങ്ങനെ ഒന്ന് വലിച്ചൊന്ന് കറക്റ്റ് അല്ലേ എന്ന് നോക്കി ഒന്ന് എടുത്തിട്ട് നമുക്ക് തുടങ്ങേണ്ട തയ്ച്ചു തുടങ്ങേണ്ട ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് ഇത് കണ്ടില്ലേ, സിബ് നേരെയാണ് ഇരിക്കുന്നത്. അത് ആ ഒരു ഭാഗം ഞാനിങ്ങനെ തുറന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉള്ളതാണ് കേട്ടോ ഈ ഇൻവിസിബിൾ സിബ് എങ്ങനെ പിടിപ്പിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെ, നമ്മൾ മറ്റേ സൈഡ് അടിച്ചതുപോലെ തന്നെ നമ്മൾ ആ കുരുകുരുന്നിരിക്കണം ആ ഒരു സൈഡിലേക്ക്, അതിനെന്താ പറയണതെന്ന് എനിക്ക് അറിയത്തില്ല, ആ ഒരു സൈഡിലേക്ക് ഇതുപോലെ തന്നെ ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നമുക്ക് ബിഗിനേഴ്സിന് വരാൻ നേരത്ത് നല്ല കൺഫ്യൂഷൻ വരും. നമുക്ക് അയ്യോ ഇതെന്താ ഞാനീ കാണിച്ചു വെച്ചേക്കണം, ഞാൻ അടിച്ചു വെച്ചേക്കണം തെറ്റാണോ എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ സംശയമായിട്ടോ ഇതൊക്കെ. ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയായിരുന്നു ഞാൻ അടിച്ചത് തെറ്റാണ് തന്നെ ഇങ്ങനെ തലതിരിഞ്ഞിരിക്കണേന്ന്. വീഡിയോ ഒക്കെ നോക്കിയാണ് ചെയ്യണമെങ്കിലും തയ്ച്ച് കഴിയുമ്പോൾ പിന്നെ എനിക്ക് കൺഫ്യൂഷൻ പിന്നെ ആവും. അപ്പം അങ്ങനെ ഞാൻ അവസാനം തയ്ച്ച് സെറ്റാക്കി എടുത്ത സിബാണ് കേട്ടോ ഇതിങ്ങനെ. പഠിച്ചെടുത്തു ഞാൻ അവസാനത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ നന്നായിട്ട് വെച്ച് അടിച്ചു കൊടുത്തേ. അപ്പോൾ നമ്മൾ 2 സൈഡിലും അടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അതെ 2 സൈഡിലും നമ്മൾ ആ ഒരു വശത്തോട് ചേർത്ത് വെച്ചതേ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ താഴ്ഭാഗവും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തായിരുന്നേ. കണ്ടില്ല, അത് ഇത്രയും ഞാനൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ കണ്ടില്ലേ ആ അത്രയും ഭാഗത്തൊരു ഊട്ട ഉണ്ടാവും. നമ്മൾ അടിച്ചു കഴിയാൻ നേരത്തും അത്രയും ഭാഗത്തൊരു ഊട്ട ഉണ്ടാവും. ആ ഊട്ട വഴി നമ്മൾ സിബ് ഉള്ളിലേക്ക് എടുക്കണം. ഇതുപോലെ കണ്ടില്ലേ, ഇതേപോലെ സിബ് ഉള്ളിലേക്ക് എടുത്തു കഴിയുമ്പോഴത്തേനും സെറ്റായി നമ്മുടെ സിബ് ഇരിക്കേണ്ട രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സിബ് ഇങ്ങനെ മേളിലേക്ക് കയറ്റിയെടുക്കണം. അത് ആ തുളവഴി വേണം കേട്ടോ കയറ്റിയെടുക്കാനായിട്ട്. അപ്പം അതെങ്ങനെ തുളവഴി കയറ്റിയെടുത്ത് നമ്മുടെ സിബിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇൻവിസിബിൾ സിബ് നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സെയിം കളർ സിബ് വേണം കേട്ടോ. നമുക്ക് മാക്സിമം നമുക്ക് കിട്ടും ചില കളറൊക്കെ. അപ്പം മാക്സിമം നമുക്ക്
കളർ നമ്മൾ എന്താണ് ഇപ്പോൾ ബ്ലൂ കളറിലെ സിബാണ് ഇതിൽ കിട്ടിയിരുന്നത് കുറച്ചും കൂടെ നല്ലതായിരുന്നു. കാരണം നമുക്ക് ഒട്ടും കാണാൻ പറ്റത്തില്ല അപ്പോഴത്തേനും. ഇതിപ്പോൾ വൈറ്റ് ആയതുകൊണ്ടാണ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ താഴത്തെ ആ ഒരു തുളയുണ്ടല്ലോ, ആ കാണുന്ന ആ ഒരു ഭാഗവും കൂടി നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അത് നമ്മളിത് ഇങ്ങനെ സിബെല്ലാം പിടിപ്പിച്ചതിന് ശേഷം നമ്മളിത് ആ മറുവശം എടുക്കണം. നമ്മൾ സിബ് പിടിപ്പിച്ചേക്കണം ആ ഒരു മറുവശം കണ്ടില്ലേ, ആ ഭാഗം ഒന്നും കൂടെ ഒന്ന് മേളിലേക്ക് കയറ്റി വെച്ച് ആ ഒരു തുളയും കൂടെ ഒന്ന് ക്ലോസ് ചെയ്തെടുത്താൽ നമ്മുടെ സിബിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മൾ സിബ് അടിപൊളിയായിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഗതി. ഇതാണ് ഇൻവിസിബിൾ സിബ്. നിങ്ങൾ ഒറിജിനൽ നമ്മൾ ശരിക്കും തയ്ക്കുന്ന നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് ഒന്നും നിങ്ങൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ പോലും ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു സിബ് വാങ്ങിയിട്ട് 10 രൂപയാണ് ഇൻവിസിബിൾ സിബിന് ഇവിടത്തേക്ക് റേറ്റ്. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. സിബ് വാങ്ങിയിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് പിടിപ്പിച്ച് നോക്കണം കേട്ടോ. ഇതേപോലെ എന്തെങ്കിലും നമ്മുടെ കട്ട് പീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് വെച്ചൊന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് വേണ്ടി ഉടുപ്പിലേക്കൊക്കെ പിന്നീട് നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഒരു സൈഡിലും കൂടെ ആ ഭാഗത്തും കൂടെ ചേർത്ത് വെച്ച് 1 ഫൂട്ട് ഇട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം അടിക്കാനും 1 ഫൂട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. അവിടെയും കൂടി നമ്മൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നല്ലപോലെ ചേർത്ത് വെച്ച് അടിച്ചെടുത്ത് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്കിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.